പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പണം കവർന്ന കേസിൽ പ്രതി പുനലൂർ പോലീസിന്റെ പിടിയിലായി. പത്തനംതിട്ട, തിരുവല്ല, തോട്ടപ്പുഴശ്ശേരി, കൈപ്പടിശ്ശേരിയിൽ ഷാജിൻ ചാക്കോയാണ് പിടിയിലായത്. ആശുപത്രികൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ പാർക്കിംഗ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം പതിവാക്കിയിരിക്കുന്നത്. 7-ാം തീയതി തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അരങ്ങേറിയത്. അടൂർ ഏഴംകുളം മരുതിമൂട്ടിൽ നിന്നുമെത്തിയ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ആർ അശോക് കുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഓട്ടോയിൽ നിന്നാണ് ഷാജിൻ ചാക്കോ 8,600 രൂപ മോഷണം നടത്തിയത്. അന്നേ ദിവസം മറ്റൊരു സ്കൂട്ടറിൽ നിന്നും ഷാജിൻ ചാക്കോ മോഷണം നടത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: അടൂർ മരുതിമൂടിൽ നിന്നും 68 വയസ്സുള്ള മറിയക്കുട്ടി എന്ന അമ്മ അശോക് കുമാറിന്റെ ഓട്ടോയിലാണ് സ്ഥിരമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കീമോതെറാപ്പിക്ക് എത്താറുള്ളത്. ആഴ്ചയിൽ 2 തവണയാണ് കീമോതെറാപ്പി ചെയ്യുന്നതിനായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇവർ എത്താറുള്ളത്. പതിവ് പോലെ ഏപ്രിൽ 7 തിങ്കളാഴ്ച അശോകൻ മറിയക്കുട്ടി അമ്മയ്ക്ക് കൂട്ടായി കീമോതെറാപ്പിക്കായി വന്നപ്പോൾ ഓട്ടോറിക്ഷ പതിവ് പോലെ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തു. തുടർന്ന് കീമോയ്ക്ക് സഹായിയായി അശോകൻ നിന്നു. ഇതിനുശേഷം ഗുളിക വാങ്ങുന്നതിനായി ഓട്ടോറിക്ഷയിൽ നിന്ന് പണം എടുക്കാനായി വന്നപ്പോഴാണ് വണ്ടിയുടെ ഡാഷ്ബോർഡ് പൊളിച്ചിട്ടിരിക്കുന്നത് അശോക് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 8,600 രൂപയോളം മോഷണം പോയതായി ബോധ്യമായത്. തുടർന്ന് ഈ വിവരം കാണിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും CCTV ക്യാമറ ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തു. തുടർന്ന് പുനലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട സ്വദേശിയായ ഷാജിൻ ചാക്കോയാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് ബോധ്യമായത്. തുടർന്നാണ് ഇയാളെ പുനലൂർ പോലീസ് പിടികൂടിയത്. സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ടെന്നും 2ാമത്തെ തവണയാണ് ഇയാൾ ഇവിടെ മോഷണം നടത്തുന്നതെന്നും പുനലൂർ പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.